ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പം പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുന്നതേ 2-3 വർഷത്തിന് മുൻപ് ഞങ്ങളെ വിട്ട് വേറൊരാളുടെ വീട്ടിലേക്ക് പോയ ഞങ്ങളുടെ ഒരു ചിന്നനുണ്ട്. അപ്പോൾ അവനെ എനിക്ക് ഒരിക്കൽ എൻ്റെ സൈക്കിൾ സവാരിയിൽ എനിക്ക് വഴിയിൽ വെച്ച് കിട്ടിയതാണ്. അവൻ മരിക്കാറായി കിടന്ന കുട്ടിയായിരുന്നു. അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ രക്ഷപ്പെടുത്തിയെടുത്തതാണ്. ഇന്ന് അവൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. 2-3 വർഷത്തോളമായി ഞങ്ങളവനെ കണ്ടിട്ട്. അപ്പോൾ അവൻ ഞങ്ങളെ തിരിച്ചറിയുമോ എന്ന് തോന്നുന്നു ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവനെ കാണാൻ വേണ്ടി ഒന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് അവൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുപോകണം. അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. അവൻ ഞങ്ങളെ തിരിച്ചറിയുമോ ഇല്ലെങ്കിൽ കടിക്കാനായിട്ട് വല്ലതും വരുമോ ദേഷ്യപ്പെടുമോ ഒന്നും അറിയില്ല. എന്തായാലും ഞങ്ങളൊന്ന് പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ആ കാഴ്ച ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞങ്ങളെ ചിന്നനെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അറിയത്തുള്ളൂ. ഇതിന് മുമ്പ് ഒരിക്കലും ഞാനിങ്ങനെ അവരോട് എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് വീഡിയോ അയച്ചു തന്നായിരുന്നു. അവനെ നല്ല കുളിപ്പിച്ച് നല്ല ബെൽറ്റൊക്കെ ഇടിയിപ്പിച്ച് നെറ്റിക്ക് കുങ്കുമൊക്കെ തൊടിയിപ്പിച്ച് നല്ല സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അവർ ഇട്ട് തന്നായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനും തിരക്കായിപ്പോയി, അവനെ കാണാൻ പോകാനും പറ്റിയില്ല. അപ്പം എൻ്റെ വ്ളോഗിൽ ഇപ്പോൾ 1-2 പട്ടിക്കുട്ടികളുടെ വീഡിയോ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം അവനെ ഒന്നുകൂടെ ഒന്ന് പോയി കാണണമെന്ന്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അവനെ. അപ്പോൾ ഞങ്ങൾ അവനെ ഒന്ന് പോയി കണ്ടിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ നമ്മളെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവരുടെ വീട്ടിൽ വേറൊരു പട്ടിക്കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞു. ഒരു വലിയ കൂടം അതിനകത്ത് ഒരുമിച്ചാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങ് പോരും. ഒത്തിരി 2-3 വർഷമായില്ല ഇപ്പോൾ അവനെ കണ്ടിട്ട്. അപ്പം അവനെ കാണാനുള്ള ഒത്തിരി ആഗ്രഹം. മക്കളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, ചിന്നനെ കാണാൻ പോയോ അവനെ കണ്ടോ എന്നൊക്കെ. അപ്പോൾ അവൻ്റെ 1-2 ഫോട്ടോസും ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം. ഞങ്ങൾ എന്തായാലും ചിന്നനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ ഞങ്ങളെ തിരിച്ചറിയാലും അറിഞ്ഞില്ലെങ്കിലും ശരി തന്നെ ഇത് അവന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ചിന്നൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കിനി ചിന്നനെ ഒന്ന് കാണാം. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടല്ലേ പോകുന്നത്? ഇലക്ഷനൊക്കെ ഭയങ്കര ശക്തമായ രീതിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഇവിടുന്ന് ഇതിലോട്ട് പണ്ടൊരിക്കൽ നമ്മൾ വന്നില്ല. ഇവിടെ എല്ലാം ഇന്റർലോക്ക് ആക്കി അല്ലേ? അത് ശരി, ഇത് വ്യത്യാസമല്ലേ? ആ, നല്ല വ്യത്യാസം. വണ്ടി ഇവിടെ കട്ടിങ് പോലെ ആക്കി വെച്ചിരിക്കുക, ഇന്റർലോക്ക് ഇട്ടിട്ട്. ഈ വഴി നേരെ പോയിട്ട് ഇതിലേക്കൂടെ ആയിരുന്നു. റൈറ്റിലോട്ടോ മറന്നുപോയ വഴിയെ? റൈറ്റിലോട്ടല്ല, അങ്ങോട്ടല്ലേ? ഇവിടെ ഇത് റൈറ്റിലോട്ട് എങ്ങോട്ടാ പോകുന്നത്? ആ വഴിയാണോ? പിന്നെ ഇതിലേക്കൂടെ അല്ല, ഇത് വഴി കയറാം. ലെഫ്റ്റ്. ഇത് തന്നെയല്ലേ? പക്ഷെ അങ്ങോട്ട് പോകുന്നിടത്ത് വണ്ടി ഇടാൻ സ്ഥലം കിട്ടുമോ? ഏതാ അവരുടെ വീട്? ഇവിടെ കണ്ടല്ലായിരുന്നു. ഇതല്ലേ കൊട്ടാരമുറ്റത്ത്? അല്ല, ഇതിന്റെ അപ്പുറത്തെ വീട്. അതാണോ ഈ വീട്? അയ്യോ എൻ്റെ ദൈവം, ഇത് ചിന്നനല്ലേ? ഇത് നമ്മുടെ ചിന്നൻ. കാറ് കണ്ടപ്പോ അവന് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ കാറ് കണ്ടപ്പോ അവന് മനസ്സിലായെന്ന് തോന്നുന്നത്. ഇതാരാ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട്. ഞങ്ങളുടെ ചിന്നനും അവൻ്റെ കൂട്ടുകാരനും. അവനെ കണ്ടോ? ചിന്നനെ എന്ത് സുന്ദര കുട്ടപ്പനായിട്ട് അവൻ ഇരിക്കുന്നതെന്ന് നോക്കി. ഇവിടെ വേറൊരു അതിഥിയുണ്ട് കേട്ടോ. ആൾ ഇച്ചിരി ഉഷാറാണ്. കണ്ടില്ലേ? പുള്ളി ഇങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. കണ്ടു. അവന് മനസ്സിലായോ? മനസ്സിലായി. ഇതാരാ ഇത്? സ്നേഹം. ഇതാരാ ഇത്? അത് കുഴപ്പമില്ല. ഓ, അത് സാരമില്ല. ചിന്നക്കുട്ടോ, വാ, എന്നിട്ട് വാടാ, ചാടി വാ. അങ്ങനെ
എത്ര നാളായടാ കണ്ടിട്ട്? ആ എന്താ ചെയ്യണമെന്നാ അന്നേ അച്ഛൻ എടുക്കട്ടെ, ഒന്ന് വാടാ ഇങ്ങോട്ടെ. ഇപ്പോഴും ആ പഴയ സ്നേഹം തന്നെ ഇല്ലേ? എന്നാടാ ചക്ക, എത്ര നാളായി കണ്ടിട്ട്, അച്ഛനെ നീ മറന്നില്ലല്ലോ. ആ ബിസ്ക്കറ്റേ കൊടുക്കണ്ട ചിന്നക്കുട്ടോ. രണ്ടുപേർക്കും കൊടുക്ക. ബിസ്ക്കറ്റ് കഴിക്കുമോ? ആ തരാം മോനെ. മോനെ ക്ലാസ്സിൽ പോയില്ലായിരുന്നു ആണോ? നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കണം. ഒന്നല്ല രണ്ട്. ഇല്ല അല്ലേ? പിന്നെ ഒരാൾക്ക് ഇപ്പൊ ഇവൻ എൻ്റെ അടുത്ത് വന്ന് കയറിയാല് അവൻ ഇഷ്ടപ്പെടത്തില്ല. ഓഹോ, ഉടനെ അവനെയൊക്കെ ഒന്ന് കയറണം. അങ്ങനെ ഒരു ഇതാ. പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ പോയതല്ലേ? ആണോ? ആ പറയൂ. പ്ലേറ്റിനകത്തിട്ട് കൊടുക്കാം. സാരമില്ല, നീ കഴിക്കട്ടെ. അച്ഛൻ കഴിക്കാൻ എന്നാ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് രണ്ടു പേർക്കും കൂടി പാത്രത്തിൽ വെച്ച് കൊടുത്താല് ഇവനാ ഫസ്റ്റ് കഴിക്കത്തുള്ളൂ. അതിന് ശേഷം ഇവൻ വന്ന് കഴിക്കത്തുള്ളൂ. ഇവൻ കഴിച്ചതിന് ശേഷം മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിക്കും. അത് ഇത്ര നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ചു നേരം ഇതിലേ കഴിക്കും, എന്നിട്ട് മാറി നിന്നിട്ട് അത് കഴിക്കാതെ. അത് സാധാരണ ഇങ്ങനെയൊന്നും പട്ടികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ചെറിയ സമയം ഭക്ഷണത്തിന് കടിപിടി കൂടും. അതാ നല്ല മനസ്സിന് പൊരുത്തോ സ്നേഹമോ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇട്ട് കൊടുത്തേരും. അതിനൂടെ കൊടുക്കണേ. രണ്ടു പേർക്കൂടെ കൊടുക്കണം. പ്ലേറ്റ് ഇട്ട് കൊടുക്കും. ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. ഒരിക്കലും എത്ര നാൾ കഴിഞ്ഞാലും ഇവരാരും ആ സ്നേഹം മറക്കത്തില്ല. അവള് പിന്നെ ഉമ്മാരെ അങ്ങനെ ഇതാക്കാൻ പോയില്ല. ചേട്ടായി കുളിപ്പിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവള് തന്നെ കുളിപ്പിക്കണം, എന്നാലേ അവൾക്ക് തൃപ്തിയാവത്തുള്ളല്ലേ? ഓക്കെ അല്ലേ? എന്നാടാ കുട്ടാ, അതിൽ ഒരു ചീറ്റലുണ്ട്. ഇവനോട്ട് അത്ര ഇണങ്ങിയിട്ടില്ല അല്ലേ? എന്നാ ഇവനാ പാട്ട് പാടുന്നതും ചിന്നക്കുട്ടോ നമ്മളെന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതില് ഇവനോ? ഇവനിങ്ങനെ പിന്നെ സന്ധ്യ ആകുമ്പോ നമ്മള് വിളക്ക് വെക്കുന്ന സമയമാകുമ്പോ അവനെ ഒന്ന് തുറന്നു ആ പൂജാമുറിയുടെ വാതിക്കല് വന്ന് നമസ്കരിക്കും. അടാ ഇതാണടാ എന്റെ പഴയ വീട്. ഇവിടെ ചിന്ന ഞങ്ങള് പോവാണേ. ടാറ്റാ പോവാണേ കേട്ടോ, പോവാണേ. നമുക്ക് ഇനി വരുമ്പോൾ കാണാം കേട്ടോ. ദൂരെ പിടി. ഇത് പിടിച്ച പോട്ടെ അച്ഛൻ, പോയിട്ട് ഇനി പിന്നെ വരാം കേട്ടോ. ഓ കരയണ്ട അച്ഛൻ വരാമേ, ഇനിയും വരാം കേട്ടോ. ടാറ്റ. ഒന്ന് വന്നേ, പൊങ്ങി വാ. അങ്ങനെ കൈയൊന്നും കഴുകണം. അത് ഞാൻ സാരമില്ല, പോയിട്ട് പിന്നെ വരാം കേട്ടോ. ടാറ്റ. പിന്നെ വരാമടാ. ടാറ്റ. വരാം. പാട്ട് പാടിക്കേ. ചിന്ന പാട്ട് പാടാ. ആണോ? ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി ഇതേ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ചിന്നനെ. പിന്നെ കാറേ നേരത്തെ കയറാൻ പേടിയായിരുന്നു, ഇപ്പൊ കയറും. കണ്ടോ, ആള് വന്ന് നിൽക്കുക ഞങ്ങളെ യാത്ര അയക്കാനായിട്ട്. കഷ്ടം, അവനങ്ങ് സങ്കടം വരുന്നു. ടാറ്റ, പിന്നെ വരാമേ. നമ്മുടെ ചിന്നനെ നിങ്ങളൊക്കെ കണ്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി അവൻ്റെ സ്നേഹം കണ്ടിട്ട്. അവന് ആ വീടിൻ്റെ പരിസരത്ത് ഒരാളെ കയറ്റത്തില്ലെന്ന് അവർ പറഞ്ഞതേ. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ കാറ് കണ്ടപ്പോഴേ അവൻ ഓടി ഗേറ്റിൻ്റെ അടുത്ത് വന്നു. അവൻ ഓടി വന്ന് എന്നെ കയറി കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവന് ഇത്രമാത്രം ഞങ്ങളെ ഓർമ്മയുണ്ടാവുമെന്നുള്ളത്. ഇതാണ് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമുക്കതുപോലെ സ്നേഹം തരും.
അത് ഈ ഒരു വർഗത്തിന് മാത്രമേ ഉള്ളൂ ആ സ്നേഹം. നായ്ക്കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ഓമനിക്കാനും സ്നേഹിക്കാനും വളർത്താനും നമ്മൾ പഠിക്കുക. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 10 ഇരട്ടി സ്നേഹം അവർ നമുക്ക് തിരിച്ചു തരും. ഞങ്ങൾ പോരാനായിട്ട് ഇറങ്ങിയ സമയത്ത് അവൻ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് അവൻ കരയുകയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാ അവന്? പക്ഷേ അവൻ നല്ല സന്തോഷവാനായി നല്ല സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കഴിയുന്നു. നന്നായിട്ട് നോക്കുന്നുണ്ട് അവനെ. ഇതേ കണ്ടില്ലേ, അവനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി ബെൽറ്റുമൊക്കെ ഇടിപ്പിച്ച്. ഇന്നവർ കുങ്കുമം തൊട്ടില്ല എന്ന് പറഞ്ഞു. അവർ മോളാണ് 2 പേരെയും പരിപാലിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം മോള് സ്ഥലത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവർ നല്ലപോലെ പരിപാലിച്ച് നിർത്തിയിരിക്കുകയാണ് അവരെ 2 പേരെ. രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഇവർ അതുപോലെ ഭക്ഷണം കഴിക്കുന്നതായാലും ഒക്കെ അവർ ഷെയർ ചെയ്താൽ കഴിക്കുന്നത്. അല്ലാതെ ഒരാൾ തീർത്ത് പിടിച്ചോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. ഒരാൾ കുറച്ച് കഴിച്ചിട്ട് മറ്റേ ആൾക്ക് ബാക്കി കൊടുക്കുക, അങ്ങനെ അവർ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിന്നനെ കാണാൻ പറ്റി, ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ബൈ.